പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം തുറക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കയ്യിലെടുക്കുമ്പോൾ, അത് തുറക്കുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ദാഹം, ഒരു ജ്വലനം, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, സാവൂള് തനിക്ക് യോഗ്യനല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം പുതിയൊരുവനെ അഭിഷേകം ചെയ്യാനായിട്ട് ദൈവം സാമൂലിനെ പറഞ്ഞയക്കുക ജെസ്സയുടെ ഭവനത്തിലേക്ക്. സാമൂൽ പ്രവാചകൻ അറിയാം, ഇത് സാവൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ വധിക്കും. പിതാവായ ദൈവം സാമൂലിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ബലിയർപ്പിക്കാൻ ബത്ലഹേമിൽ ബലിയർപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീ പോവുക. ജെസ്സയെ ബലിയിൽ പങ്കാളിയാക്കാനായിട്ട് നീ ക്ഷണിക്കുക. അങ്ങനെ ബത്ലഹേമിൽ ജെസ്സയുടെ ഭവനത്തിലേക്ക് സാമൂൽ പ്രവാചകൻ കടന്നു ചെല്ലുകയാണ്. ജെസ്സയുടെ മക്കളിൽ ഒരുവനെയാണ് ദൈവം വീണ്ടും പുതിയ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ജെസ്സയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അർപ്പണത്തിനായിട്ട് മക്കളെയും വിളിച്ചു. ജെസ്സയെയും മക്കളെയും അവിടുന്ന് വിശുദ്ധീകരിച്ചു. സാമൂൽ പ്രവാചകൻ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കയ്യിൽ കരുതിയ ആ പശുക്കുട്ടിയെ കരുതിയിട്ടുണ്ട്. അങ്ങനെ ബലിയർപ്പണത്തിനായിട്ട് അവരെ വിളിച്ചു, അവരെ എല്ലാവരെയും വിശുദ്ധീകരിച്ചു. അപ്പോൾ തന്റെ മുമ്പിലേക്ക് ആദ്യം കടന്നു വന്നത് ഏലിയാബാണ്, അതായത് ജെസ്സയുടെ മൂത്ത മകൻ. ഏലിയാബിനെ കണ്ടപ്പോൾ സാമൂൽ പ്രവാചകൻ മനസ്സിൽ വിചാരിച്ചു, ഇവൻ തന്നെ താൻ അഭിഷേകം ചെയ്യാൻ പോകുന്ന അടുത്ത അവകാശി, അതായത് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ പിതാവായ ദൈവം സാമൂലിനോട് പറയാണ്, അവനെ ഞാൻ എന്നെ കളഞ്ഞിരിക്കുന്നു. അവന്റെ ആകാരവടിവും ഉയരമൊന്നും കണ്ടിട്ട് നീ ഒന്നും കൂടുതൽ ഒന്നും വികാരപരിതനൊന്നും ആകണ്ട, അവനൊന്നും അല്ല. അങ്ങനെ അവനെ മാറ്റി ജെസ്സെ അടുത്ത പുത്രനെ കൊണ്ടുവന്നു. അങ്ങനെ 7 മക്കളെ സാമൂൽ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ സാമൂൽ പ്രവാചകൻ ജെസ്സയോട് പറയുക, ഇവരാരുമല്ല, നിന്റെ മക്കൾ കഴിഞ്ഞോ, ഇനി നിനക്ക് മക്കളുണ്ടോ? അപ്പോൾ ജെസ്സെ സാമൂൽ പ്രവാചകനോട് പറയുകയാണ്, ഉണ്ട്, ഇളയ ഒരു പുത്രൻ കൂടിയുണ്ട്, അവൻ ദൂരെ ആട് വയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പിതാവായ ദൈവം പറഞ്ഞതനുസരിച്ച് കൊമ്പിന്റെ അകത്ത് തൈലമൊക്കെ ആയിട്ടാണ് സാമൂൽ പ്രവാചകൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആളെ വിട്ട് ആട് വെച്ചുകൊണ്ടിരിക്കുന്ന ബാലനായ ദാവീദിനെ ജെസ്സെ സാമൂൽ പ്രവാചകന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരിക. പിന്നെ തുടർന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാം, സാമൂൽ പ്രവാചകൻ ദാവീദിനെ തൈലമൊഴിച്ച് അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു.